ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് RBI, ഇറ്റ്സ് സർട്ടൻ കീ സെക്ഷൻസ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, MSF, NDTL, CRR, SLR തുടങ്ങിയ കൺസെപ്റ്റ്സ് ആണ്. അതിനോടൊപ്പം ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് RBI നമുക്കൊന്ന് പരിശോധിക്കാം. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സായ വർഷം 1934 ആണ്. 6 മാർച്ച് 1934 പാർലമെൻറ്റ് RBI ആക്ട് പാസ്സാക്കുന്നത്. ആക്ട് 2 1934 എന്നാണ് RBI ആക്ട് അറിയപ്പെടുന്നത്. ഇനിയും RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു ഗവർണർ ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ RBI ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര ആണ്. ഗവർണറെ കൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടാവും. ഈ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ കൂടാതെ 4 ഡയറക്ടേഴ്സ് ഉണ്ടാവും. അത് നമ്മുടെ 4 ഡയറക്ഷൻസിൽ നിന്ന്, അതായത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ 4 ലോക്കൽ ബോർഡ്സിൽ നിന്നും 4 ഡയറക്ടേഴ്സ് ഉണ്ടാവും. ആദ്യമായി ഒരു ഗവർണറെ കൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ കൂടാതെ 4 ഡയറക്ടേഴ്സ്. ഇനിയും 4 ഡയറക്ടേഴ്സെ കൂടാതെ 10 ഡയറക്ടേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന 10 ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇനിയും 2 ഫിനാൻസ് മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് 2 മെമ്പേഴ്സും കൂടി ഉണ്ടാവും. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അവരെ കൂടാതെ 4 ഡയറക്ടേഴ്സ്, അത് 4 ലോക്കൽ ബോർഡ്സിൽ നിന്ന്, സൗത്ത്, ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ്. ഇനി 10 ഡയറക്ടേഴ്സ്, അത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് 2 ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സ്. അങ്ങനെ ടോട്ടൽ 21 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് RBIക്ക് ഉള്ളത്. ഇനിയും RBI ആക്ട് ചെറിയ തോതിൽ നമുക്കൊന്ന് പരിശോധിക്കാം. RBI ആക്ടിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി. അതിൽ 2 സെക്ഷൻസ് വരുന്നു. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ, മാനേജ്മെന്റ് ആൻഡ് ബിസിനസ്. ഈ ചാപ്റ്ററിൽ 3 മുതൽ 19 വരെയുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇനി തേർഡ് സെക്ഷനിലെ കുറച്ച് സെക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ സെക്ഷൻ 20 മുതൽ 45 വരെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. സെക്ഷൻ 20 മുതൽ 45 വരെ. ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ജനറൽ പ്രൊവിഷൻസ് ആണ്. ജനറൽ പ്രൊവിഷൻസിനകത്ത് കവർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 46 to 58A. ലാസ്റ്റ് ചാപ്റ്ററായ പെനാൽറ്റീസ്, അതിനകത്ത് വരുന്നത് സെക്ഷൻ 58B മുതൽ സെക്ഷൻ 58G വരെയുള്ള സെക്ഷൻസ് ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. RBI ആക്ടിൽ മൊത്തം 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് 2 സെക്ഷൻസ് വരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ 3rd മുതൽ 19th വരെയുള്ള സെക്ഷൻസ് സെക്കൻഡ് ചാപ്റ്ററിലാണ് വരുന്നത്. 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠന വിധേയമാക്കുന്ന ചില സെക്ഷൻസ് ഉൾക്കൊള്ളുന്ന 3ാമത്തെ ചാപ്റ്ററിലാണ്. അത് 20 മുതൽ 45 വരെയുള്ള സെക്ഷൻസ് അതിലുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ 46 മുതൽ 58A വരെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. 5ാമത്തെ ചാപ്റ്റർ 58B മുതൽ 58G വരെയുള്ള സെക്ഷൻസും ഉണ്ട്. ഇനിയും ചാപ്റ്റർ 3യിലെ സെക്ഷൻ 20 ട്രാൻസാക്ട് ഗവൺമെന്റ് ബിസിനസ്, സർക്കാർ ബിസിനസ്സുകൾ നടത്തുന്നതിലുള്ള RBIയുടെ ബാധ്യതയാണ് ഈ സെക്ഷൻ വെളിവാക്കുന്നത്. അടുത്തത് സെക്ഷൻ 21 മാനേജ് പബ്ലിക് ഡെറ്റ്, കേന്ദ്ര സർക്കാരിന്റെ ബാങ്കിങ് കാര്യങ്ങൾ നടത്താനും പൊതുക്കടം കൈകാര്യം ചെയ്യാനും RBI ബാധ്യസ്ഥമാണെന്ന് ഈ സെക്ഷൻ വെളിവാക്കുന്നു. അടുത്തതായി സെക്ഷൻ 22 കറൻസി ഇഷ്യൂവൻസ് റൈറ്റ്. സെൻട്രൽ ബാങ്കിന്, നമ്മുടെ സെൻട്രൽ ബാങ്കായ RBIയുടെ മാത്രം റൈറ്റ് ആണ് കറൻസി ഇഷ്യൂ ചെയ്യാനുള്ളത്. അപ്പം കറൻസി ഇഷ്യൂവൻസ് റൈറ്റ് സെക്ഷൻ 22 പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള RBIയുടെ അവകാശത്തെയാണ് ഈ സെക്ഷൻ വെളിവാക്കുന്നത്. അടുത്തത് സെക്ഷൻ 24 ഒരു നോട്ടിന്റെ പരമാവധി മൂല്യം 10,000 രൂപയായിട്ട് ഈ സെക്ഷൻ നിജപ്പെടുത്തുന്നു.